നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വീഡിയോ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. വിഷയത്തിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം, കാര്യവിജയം, ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുന്നു, എല്ലാ ദിവസവും കുറെ നാളുകാരുടെ ജീവിതത്തിൽ അപൂർത്തി, ഉന്നമനം ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് എല്ലാവരും ഒക്കെ നല്ല നിലയിലേക്ക് എത്തിച്ചേരുന്നത്. തുടർച്ചയായിട്ട് ആരുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് അപൂർത്തി ഉണ്ടാകത്തില്ല. ഒരാഴ്ച അപൂർത്തി ഉണ്ടായാൽ ഒരടുത്ത ആഴ്ച മോശമായിരിക്കും. അല്ലെങ്കിൽ 10 ദിവസം തുടർച്ചയായിട്ട് നേട്ടം വന്നാൽ പിന്നെ ഒരു 20 ദിവസം മോശമായിരിക്കും. അങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതം. ജ്യോതിഷം പറയുന്നു, ഓരോ ദിവസവും കുറെ നാളുകാർ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ 2025 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ കർക്കിടക മാസം 21 1200-ാം ആണ്ട് കർക്കിടക മാസം 21. ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 15-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:17, അസ്തമയം വൈകുന്നേരം 6:38. ഉദയാൽപരം തീയതി ദ്വാദശി തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:05 വരെ ഉണ്ടായിരിക്കും. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മൂലം നക്ഷത്രമാണ്. അപ്പോൾ ഈ മൂലം നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:24 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 വരെ കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം, കാര്യവിജയം, ജീവിതാപൂർത്തിയും ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മൂലം നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന നാളുകാർക്ക് മൂലം കഴിഞ്ഞ് അടുത്ത നക്ഷത്രമായ പൂരാട നക്ഷത്രം കൊണ്ട് നേട്ടം ഉണ്ടാകണമെന്നില്ല. അതാണ് ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകത. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:24 മുതൽ മൂലം നക്ഷത്രം ആരംഭിച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 കൊണ്ട് മൂലം നക്ഷത്രം അവസാനിക്കുന്നു. ഈ സമയത്ത് എണീക്കുന്ന കുട്ടികൾ മൂലം നക്ഷത്ര ജാതകരാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 മുതൽ മൂലം നക്ഷത്രം കഴിഞ്ഞുള്ള പൂരാട നക്ഷത്രം ആരംഭിച്ച്, പൂരാട നക്ഷത്രം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:05 അവസാനിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാട നക്ഷത്ര ജാതകരാണെന്നും ഈ സമയത്ത് പൂരാട നക്ഷത്ര പ്രകാരമുള്ള ജീവിതാനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഈ ബുധനാഴ്ച ദിവസം 1:01 വരെ നേട്ടങ്ങൾ വന്നു ചേരുന്നവർക്ക് 1:01 കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും ജ്യോതിഷത്തിലുണ്ട്. അതുകൊണ്ട് ആദ്യം മൂലനക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളാണല്ലോ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 വരെ ഉണ്ടാകുക. അപ്പോൾ മൂലനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ആദ്യം ചിന്തിക്കാം. മൂലനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:24 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 വരെ രേവതി, അശ്വതി, ചിത്തിര, വിശാഖം, മകം, പൂരം, തൃക്കേട്ട ഈ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:24 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 വരെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നു ചേരുന്ന നാളുകാരുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, വീണ്ടും പറയുകയാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം, ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം, അത്തം, അനിഴം, ചോതി, കർക്കിടകൂറിൽപ്പെട്ട പുണർതം കാല, പൂയം, ആയില്യം എന്നീ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:24 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 വരെ. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞു വെക്കുക. ഇനിയും ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:05 വരെ പൂരാട നക്ഷത്രമാണ്. അപ്പോൾ ഈ പൂരാട നക്ഷത്രം പ്രകാരമുള്ള നല്ല അനുഭവങ്ങൾ, സൗഭാഗ്യമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 മുതൽ വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോകുന്നു. അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:01 മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:05 വരെ അശ്വതി, ഭരണി, പൂരം, ഉത്രം, അനിഴം, ചോതി, മൂലം ഇത്രയും നാളുകാർക്ക്
പൂരാടം നക്ഷത്രം അനുകൂലമായി അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ, സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരും. അശ്വതി, ഭരണി, പൂരം, ഉത്രം, അനിഴം, ചോതി, മൂലം എന്നീ നാളുകാർക്കാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 5 മിനിറ്റ് വരെയുള്ള ജീവിതത്തെ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുക. ആ സമയത്ത് ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരും. എന്നാൽ ഇതുപോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും ഈ സമയത്ത് തന്നെ വന്നു ചേരുന്ന നാളുകാരെ കൂടി അറിഞ്ഞിരിക്കുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 5 മിനിറ്റ് വരെ ഇടവക്കുറിൽപ്പെട്ട കാർത്തികമുക്കാൽ, രോഹിണി, മകരം 2 പാദം, തൃക്കേട്ട, വിശാഖം, ചിത്തിര, അത്തം, കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല്, പൂയം, ആയില്യം ഇത്രയും ആൾക്കാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എപ്പോൾ മുതലാണ്? ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് മുതൽ. എപ്പോൾ അവസാനിക്കും? വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 5 മിനിറ്റിന് അവസാനിക്കും. അപ്പോൾ ഈ പൂരാട നക്ഷത്രം ഇവരുടെ ജീവിതത്തിൽ പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ഈ പ്രതികൂലമൊക്കെ പറയുമ്പം ചിലരൊക്കെ പറയും ചുമ്മാ തള്ളുന്നതെന്ന് പറയും. ചുമ്മാ തള്ളുന്നതല്ല, ഇതൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ പിടിച്ചങ്ങ് അടിക്കുക, അവന്റെ കർണക്കുട്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചു, അവന്റെ കാലൊക്കെ ലാത്തിക്കൊണ്ട് അടിച്ച് ഒരുപാട് മൃഗീയമായിട്ട് ഈ പോലീസുകാർ അവനെ മർദ്ദിക്കുന്നു. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്തവന് പ്രതികൂലമായ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു. നമ്മളോർക്കും നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, പ്രതികൂലമായ അനുഭവങ്ങൾ പിന്നെ എങ്ങനെയാണ് വന്നു ചേരുന്നത്? ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ഞാൻ ആരെയും ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ആർക്കും ഒന്നും വിരോധമായിട്ട് പറയാൻ പോകുന്നില്ല, പക്ഷെ എനിക്ക് പിന്നെ എങ്ങനെ വരാനാണ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. സമയദോഷമായാൽ ഇതെല്ലാം വരും. നമ്മൾ റോഡിൽ കൂടി വാഹനം ഓടിച്ചു പോകുന്നു, നടന്നു പോകുന്നു. നമ്മൾ അങ്ങോട്ട് കയറി ഇടിച്ചില്ലെങ്കിലും നമ്മളെ കയറി ഇടിക്കും. നമുക്ക് സമയദോഷമാണെങ്കിൽ നടന്നു പോയാലും നടപ്പാതയിൽ കൂടി നടന്നു പോയാലും ഏതെങ്കിലും വിധത്തിൽ വണ്ടി നടപ്പാതയിൽ കയറി നമ്മളെ ഇടിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സമയദോഷം എന്ന് പറയുന്നത്. അതാണ് സൂക്ഷിക്കണം 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 എന്ന് പറയുന്നത്. ചുമ്മാ തള്ളുന്നതല്ല. ചിലരൊക്കെ പറയും ചുമ്മാ ഞാൻ തള്ളുന്നതാന്ന് പറയും. തള്ളുന്നതല്ല, ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. എത്രയോ നിരപരാധികൾ ഓരോ ദിവസവും ശിക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം 81 വയസ്സുള്ള ഒരാള്, അയാൾ മണ്ണും മനസ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല, അയാൾ 1 വർഷം ജയിലിൽ കിടന്നു പീഡന കേസിൽ. സമയദോഷം വന്നു കഴിഞ്ഞാൽ എതിരെയായി എപ്പോഴാണ് എങ്ങനെയാ വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ആരെയും ദ്രോഹിക്കണമെന്നില്ല, നമ്മൾ ആരോടും മോശമായിട്ട് സംസാരിക്കണമെന്നില്ല, നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യണം. ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ സമയദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പിനെ ദ്രോഹിക്കണമെന്നോ ഒന്നുമില്ല. ആ സമയദോഷത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ അവിടെ ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു തരും. അത് യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ അടുത്തിരിക്കുന്ന യാത്രക്കാരൻ നമ്മളോട് ദേഷ്യപ്പെടും, അല്ലെ കണ്ടക്ടർ ചൂടാകും, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നും ഈ പറയുന്നത് സൂക്ഷിക്കണം 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 എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും ഈ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 5 മിനിറ്റ് വരെയുള്ള സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞു തരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6 മണി 17 മിനിറ്റ് മുതൽ 10 മണി 47 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11 മണി 36 മിനിറ്റ് മുതൽ 12 മണി 24 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ച കഴിഞ്ഞ് 1 മണി 47 മിനിറ്റ് മുതൽ 4 മണി 47 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 6 ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് പച്ച, ചുവപ്പ്, കടുനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രധാരണത്തിൽ കൂടി പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ, ചുവപ്പ്, പച്ച, കടുനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ ഏതൊക്കെ നാളുകാർക്കാണ് ധനനേട്ടം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞു തരാം. ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ തൃക്കേട്ട, മൂലം, തിരുവോണം,
പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1 മണി മുതൽ നക്ഷത്രം മാറുന്നു. പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്ര പ്രകാരം ധനനേട്ടം വന്നിരുന്ന നാളുകാർ മൂലം, അവിട്ടം, മകയിരം, പൂരം, ഉത്രട്ടാതി, ഭരണി, പൂയം, ചിത്തിര, അനിഴം, പൂരാടം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി 5 മിനിറ്റ് വരെയുള്ള സമയത്ത് ധനപരമായ നേട്ടം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് ഈ അധ്യായത്തിൽ കൂടി പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു.